പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ശാന്തേച്ചിയുടെ അടുത്താണുള്ളത്, ഗുരുവായൂരിലാണുള്ളത്. പാട്ട് പാടുന്ന ചേച്ചിയെ, ശാന്തേച്ചിയെ കണ്ടെത്തിയത് മുതൽ ശാന്തേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴത്തെ കാലമാണ്, ഏത് അടുത്ത ബന്ധുവാണെങ്കിലും അധിക കാലമൊന്നും അവരുടെ വീട്ടിൽ അവർ നിർത്തില്ല. ആ ഒരു കാര്യം തന്നെയാണ് ശാന്തേച്ചിയുടെ കാര്യത്തിലുണ്ടായത്. ഒരു മാസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ശാന്തേച്ചിനെ വിട്ടത്. പക്ഷേ ശാന്തേച്ചിക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇനി നമുക്ക് ശാന്തേച്ചിനെ ഇങ്ങനെ ഈ റോട്ടിൽ ഇങ്ങനെ ഇരുത്തിയാൽ ശരിയാവില്ല. ശാന്തേച്ചിക്ക് ആധാർ ശരിയായിട്ടില്ല. ശാന്തേച്ചിക്ക് അക്കൗണ്ട് എടുക്കാൻ ആധാർ വേണം. സ്കൂൾ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല ഇതുവരെ. രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ആധാറും പിന്നീട് അക്കൗണ്ടും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം എൻ്റെ ആധാർ വെച്ചിട്ടാണ് നമ്മളൊരു വീട് എടുക്കുന്നത്. വാടക വീട് ശരിയായിട്ടുണ്ട്. പക്ഷേ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ഇതുവരെ ശാന്തേച്ചിയെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റി. ഭക്ഷണത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മൾ തന്നെയാണ് ശാന്തേച്ചിക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് ശാന്തേച്ചിക്ക് ഒരു വാടക വീട് എടുത്തു കൊടുക്കണം. ആ വാടക വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഒരു കട്ടിൽ, ഒരു കസേര, ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കണം. വാടക വീടിന് അഡ്വാൻസ് കൊടുക്കണം. എന്നെക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പറ്റാവുന്നവരൊക്കെ ഒന്ന് കൂടെ നിൽക്കണം. ബാക്കി ശാന്തേച്ചി പറയും കാര്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പിന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് എന്നെ സുബിൻ മാറ്റിയതാണ്. മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ നിന്ന് പോരേണ്ടി വന്നു. പിന്നെ ഞാൻ വീണ്ടും ഗുരുവായൂർക്ക് എത്തിയത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഒരു വീട് കിട്ടാത്തതിൻ്റെ വിഷമം, അതുപോലെ എനിക്ക് ആധാറില്ലാത്ത കാരണം സുബിനാണെങ്കിൽ ഇപ്പോൾ വീട് കിട്ടിയത് തന്നെ ആധാറിൻ്റെ എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സുബിൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ എനിക്ക് അക്കൗണ്ടോ ഒന്നുമില്ലാത്ത കാരണം എന്നെ ഒരുപാട് ആൾക്കാർ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അലച്ചിലും ഇവിടെ കിടന്ന് ഒരുപാട് സങ്കടങ്ങളായി തുടങ്ങി. അത് കാരണം എൻ്റെ നാടും കാണുന്ന വ്യക്തികളും എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. ശാന്തേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. നമുക്കിനി എത്രയും പെട്ടെന്ന് തന്നെ ആ വാടക വീടുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ശാന്തേച്ചിന് ഇനി ഇവിടെ ഇരുത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. ഫോൺ നമ്പർ, ബാക്കി അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്.